Self awareness is about understanding one's own needs, desires, habits, traits, behaviors, and feelings. സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, അതുപോലെ തന്നെ ശീലങ്ങൾ, അതുപോലെ പെരുമാറ്റം, വികാരം ഇവയെക്കുറിച്ചുള്ള ഒരു ധാരണ ആണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. Let us try to understand this with a short story. A monk slowly walks along a road. When he hears a galloping horse, he turns around to see a man riding the horse moving in his direction. When the man comes closer, the monk asks, "Where are you going?" To which the man replies, "I don't know. Ask the horse," and rides away. അതായത് ഒരു മങ്ക് ഒരു കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്ത് എതിരെ വരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, "നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്?" അപ്പോൾ അദ്ദേഹം പറയുകയാണ്, "എനിക്കറിയില്ല, നിങ്ങൾ ആ കുതിരയോട് ചോദിക്കൂ." ഇതും പറഞ്ഞ് അദ്ദേഹം കുതിര ഓടിച്ച് പോയി. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കുതിരപ്പുറത്തിരിക്കുന്ന മങ്കിന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. കുതിരയോട് ചോദിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ നമുക്ക് ചുറ്റിലും പലപ്പോഴും കാണാറുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, എന്തുകൊണ്ടാണത് ചെയ്യുന്നത്, ഒന്നും അറിയില്ല. എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു, അത്ര തന്നെ. അല്ലാതെ അതിനൊരു ലക്ഷ്യം, എന്തിനാണ് അങ്ങോട്ട് സഞ്ചരിക്കുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് സെൽഫ് അവെയർനെസ് ഇല്ല എന്ന് പറയാം. അവരവർക്ക് അവരവരെക്കുറിച്ച് തന്നെ ഒരു ധാരണയില്ല, അല്ലെങ്കിൽ ഒരു ബോധ്യം ഇല്ല. When we are not aware of ourselves, then we tread in a direction about which we are not clear. Therefore, it is important that we must be aware of ourselves. നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു ധാരണ വേണം. When one becomes self-aware, the person starts to become aware of everything and looks at things or situations objectively. നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു ധാരണയുണ്ട്, ഒരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളും അതുപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങളും നമ്മൾ വളരെ ക്ലിയറായിട്ട് നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങും. ഇറ്റ് പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ഹൗ വി അണ്ടർസ്റ്റാൻഡ് അവർസെൽവ്സ് ആൻഡ് റിലേറ്റ് ടു അതേഴ്സ് ആൻഡ് ദ വേൾഡ് അറൗണ്ട് അസ്. അപ്പോൾ അതിനൊരു നമുക്ക് വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കും. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാനും നമ്മളെ മറ്റുള്ളവരായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള വേൾഡ്, ലോകവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി നോക്കാനും നമുക്ക് സാധിക്കും. ഇനി സ്റ്റെപ്സ് ടുവേർഡ്സ് സെൽഫ് അവെയർനെസ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ പ്രാക്ടീസിങ് സെൽഫ് അവെയർനെസ് ഈസ് ഗെയിനിങ് എ ഗ്രേറ്റർ അവെയർനെസ് ഓഫ് വൺസ് ഇമോഷൻസ്. അപ്പോൾ സെൽഫ് അവെയർനെസ്സിനെ കുറിച്ച് അറിയാനായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരാളുടെ ഇമോഷൻസ്, നമുക്ക് നമ്മുടേതായ ഇമോഷൻസ് കുറിച്ചിട്ട് നമുക്കൊരു ധാരണയുണ്ടാകുക. ദ സെക്കൻഡ് സ്റ്റെപ്പ് ടു പ്രാക്ടീസിങ് സെൽഫ് അവെയർനെസ് ഈസ് മേക്കിംഗ് എ ഹാബിറ്റ് ഓഫ് ട്രാക്കിംഗ് വൺസ് ഫീലിങ്സ്. ഒരാളുടെ ഫീലിങ്സ് അത് ട്രാക്ക് ചെയ്യുക, എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് ഓരോ സിറ്റുവേഷൻസിൽ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർ പ്രാക്ടീസിങ് സെൽഫ് അവെയർനെസ് ഈസ് എക്സ്പാൻഡിങ് വൺസ് പ്രാക്ടീസ് ടു ഏരിയാസ് ഓഫ് ലൈഫ് ബിയോണ്ട് ദ പേഴ്സൺസ് ഫീലിങ്സ്. നമ്മുടെ ഫീലിങ്സിന് അപ്പുറം ആയിട്ട് നമ്മുടെ സെൽഫ് അവെയർനെസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. ദെൻ പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. പേഴ്സണാലിറ്റി ഈസ് എ ക്ലസ്റ്റർ ഓഫ് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ദാറ്റ് മേക്ക് എ പേഴ്സൺ യൂണിക് ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഇപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നാണ് ആളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അയാളുടെ വിചാരങ്ങൾ, തോട്ട്സ്, ഫീലിങ്സ്, വികാരങ്ങൾ, ആൻഡ് ബിഹേവിയർ, പെരുമാറ്റം, ഇതെല്ലാം കൂടി ചേർന്നാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തൻ ആക്കുന്നത്. ഒരാളുടെ വിചാരങ്ങളോ അല്ലെങ്കിൽ ഫീലിങ്സോ ആയിരിക്കില്ല മറ്റൊരാളുടെ. പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആർ ഡിഫൈൻഡ് as relatively lasting pattern of thoughts, feelings and behaviors that distinguish individuals from one another. Hence, personality development is the development of an organized pattern of behaviors and attitudes that make a person distinctive.
Personality development occurs by the ongoing interaction of temperament, character, and environment. Culture also plays an important role in shaping personalities. ഇനി ഇതുകൂടാതെ കൾച്ചർ, ഓരോ സ്ഥലങ്ങളിലെ കൾച്ചർ അവരുടെ പേഴ്സണാലിറ്റീനെ വളരെയധികം സ്വാധീനിക്കുന്നതാണ്. വൺസ് പേഴ്സണാലിറ്റി ഓൾസോ എഫക്ട്സ് ദ പേഴ്സൺസ് റിലേഷൻഷിപ്സ് വിത്ത് അതേഴ്സ്. ഒരാളുടെ പേഴ്സണാലിറ്റി അവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ വളരെയധികം ഇഫക്റ്റ് ചെയ്യുന്നതാണ്. എ പോസിറ്റീവ് പേഴ്സണാലിറ്റി ക്യാൻ ലീഡ് ടു ബെറ്റർ പെർഫോമൻസ്, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് കോർഡിയൽ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അതായത് പോസിറ്റീവ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് അവരുടെ പെർഫോമൻസ് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി, അവർ വളരെ പ്രൊഡക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ കോർഡിയലായിരിക്കും, വളരെ മര്യാദയ്ക്ക് മാന്യതയോടുകൂടി പെരുമാറുന്നവരായിരിക്കും. There are 5 parameters that describe an individual's personality. These 5 dimensions are also called the big 5 factors, and the model is referred to as the 5-factor model, which is abbreviated as FFM. അതായത് 5 പാരാമീറ്റേഴ്സാണ് ഒരാളുടെ പേഴ്സണാലിറ്റീനെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ 5 ഡയമെൻഷൻസ് ആർ ഓൾസോ കോൾഡ് ദ ബിഗ് 5 ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിനെ 5 ഡയമെൻഷൻസിനെ നമ്മൾ 5 ബിഗ് 5 ഫാക്ടേഴ്സ്, അതാണ് ബിഗ് 5 ഫാക്ടർ മോഡൽ എന്നും പറയുന്നുണ്ട്. അതാണ് FFM, 5 ഫാക്ടർ മോഡൽ അല്ലെങ്കിൽ ബിഗ് 5 ഫാക്ടേഴ്സ്. അതിലെ ഫസ്റ്റ് വൺ ഈസ് ഓപ്പൺനെസ്. Individuals with openness to experience are generally creative, curious, active, flexible, and adventurous. If a person is interested in learning new things, meeting new people, and making friends, and likes visiting new places, the person can be called open-minded. അതിൽ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ആണ് ഓപ്പൺനെസ്. ഓപ്പൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളവരാണെങ്കിൽ അവർ പൊതുവെ ക്രിയേറ്റീവായിരിക്കും, അതുപോലെ തന്നെ വളരെ ക്യൂരിയസ് ആയിരിക്കും, ആക്റ്റീവായിരിക്കും, അതുപോലെ തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും, അതുപോലെ അഡ്വഞ്ചറസ് എല്ലാം വളരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, സാഹസ കൃത്യങ്ങൾ. അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, പുതിയ ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അതുപോലെ ഫ്രണ്ട്സിനെ കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ട് മിങ്കിൾ ചെയ്യുന്നതിന് താല്പര്യം ഉണ്ടായിരിക്കും. അതുപോലെ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന താല്പര്യമുള്ളവരായിരിക്കും. അടുത്തതായത് കോൺഷ്യസ്നെസ് ആണ് അടുത്ത സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് ഹു ലിസൺ ടു ദെയർ കോൺഷ്യസ് ആർ സെൽഫ് ഡിസിപ്ലിൻ, ഡു their work on time, take care of others before themselves, and care about others' feelings. പിന്നെ അടുത്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സിനായി, അതായത് കോൺഷ്യസ് ആയിട്ടുള്ള, അതായത് കുറച്ച് ബോധം ഉള്ളവരാണെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും. അതായത് സമയത്തെക്കുറിച്ചും അതുപോലെ തന്നെ വർക്ക് ടൈമിൽ തീർക്കുന്നതിനെക്കുറിച്ചും മറ്റുള്ളവരെ പരിഗണിക്കുന്നതിലും ഒക്കെ അവർ വളരെ മറ്റുള്ള ഫീലിങ്സിനെ മാനിക്കുന്നവരായിരിക്കും. ദെൻ തേർഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് എക്സ്ട്രാവേർഷൻ ആണ്. Extroverts are individuals who love interacting with the people around and are generally talkative. Person who can easily make friends and make any gathering lively is confident and extrovert. Next factor is agreeableness. Individuals having such a trait are generally kind, sympathetic, cooperative, warm and considerate. ഇനി അടുത്തതായിട്ടുള്ള അഗ്രീബിൾനെസ്സിൽ വരുന്നതാണ്. അങ്ങനത്തെ വ്യക്തികൾ വളരെ കരുണയുള്ളവരും, അതുപോലെ തന്നെ സിമ്പത്തറ്റിക്, വളരെ സഹകരണമുള്ളവരും, വാം ആൻഡ് കൺസിഡറേറ്റ്, എല്ലാവരെക്കുറിച്ചും വളരെ കൺസിഡർ ചെയ്യുന്നവരുമായിരിക്കും. ദേ അക്കോമഡേറ്റ് ദംസെൽസ് ഇൻ എനി സിറ്റുവേഷൻസ്, അതായത് അവർക്ക് ഏത് സാഹചര്യത്തിലും അവർ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഈസിയായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, people who help and take care of others are generally agreeable. അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നവരും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ പൊതുവെ വളരെ എഗ്രിയബിൾ ആയിരിക്കും. ഇനി അടുത്ത ഫിഫ്ത്ത് ഫാക്ടർ എന്ന് പറയുന്നത് ആണ് ന്യൂറോട്ടിസം.
is a trait wherein individuals show tendency towards anxiety, self-doubt, depression, shyness, and other similar negative feelings. People who have difficulty in meeting others and worry too much about things show signs of neuroticism. അപ്പോൾ ന്യൂറോട്ടിസം ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് വളരെയധികം ആങ്സൈറ്റി ഉള്ളവരായിരിക്കും, ആകാംക്ഷ, അതുപോലെ തന്നെ അവരവർക്ക് അവരവരെ കുറിച്ച് തന്നെ സംശയമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡിപ്രഷൻ, വളരെ ഡിപ്രസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ വളരെ ഷൈ ആയിട്ടുള്ളവരായിരിക്കും. അതുപോലെ തന്നെ പല നെഗറ്റീവ് ഫീലിങ്സ്, ഇതൊക്കെ വളരെ നെഗറ്റീവ് ഫീലിങ്സിൽ പെട്ട കാര്യങ്ങളാണ്. ആങ്സൈറ്റി, സെൽഫ് ഡൗട്ട്, അവരവരെ കുറിച്ച് തന്നെ ഉറപ്പില്ലാത്ത ഒരവസ്ഥ, അതുപോലെ ഡിപ്രഷൻ, മാനസികമായിട്ട് വളരെ ഡിപ്രസ്ഡ് ആയിട്ട്. പീപ്പിൾ ഹു ഹാവ് ഡിഫിക്കൽട്ടി ഇൻ മീറ്റിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ, വേറെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട്. ആൻഡ് വറി ടു മച്ച് അബൌട്ട് തിങ്സ്, അവർ പല കാര്യങ്ങളെക്കുറിച്ചും വളരെ വറീഡായിരിക്കും എപ്പോഴും. ഇങ്ങനെയുള്ള വ്യക്തികൾ ഈ ന്യൂറോട്ടിസത്തിൻ്റെ സയൻസ് ഉള്ളവരാണെന്ന് പറയാം, അടയാളങ്ങൾ. കോമൺ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ് അടുത്തത്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇൻവോൾവ് ലോങ് ടേം പാറ്റേൺസ് ഓഫ് തോട്ട്സ് ആൻഡ് ബിഹേവിയർ ദാറ്റ് ആർ അൺഹെൽത്തി ആൻഡ് റിജിഡ്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇപ്പോൾ പല വ്യക്തികൾക്കും നമുക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കാണാം. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ സംഭവിക്കുന്ന ഒരു ലോങ് ടേം പ്രോസസ്സ് ആയിട്ടാണ്. വളരെയധികം നാളുകൾ കൊണ്ട് ഉരുത്തിരിഞ്ഞ് വരുന്ന ചിന്തകളും പെരുമാറ്റങ്ങളും എല്ലാം അതുപോലെ തന്നെ ചേർന്നിട്ടാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ സംഭവിക്കുന്നത്. എ പേഴ്സണാലിറ്റി ഡിസോർഡർ ഈസ് എ വേ ഓഫ് തിങ്കിങ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിങ് ദാറ്റ് ഡീവിയേറ്റ്സ് ഫ്രം വേൾഡ്ലി എക്സ്പെക്റ്റേഷൻസ് ആൻഡ് കോസസ് ഡിസ്ട്രെസ് വിച്ച് ലാസ്റ്റ് ഓവർ ടൈം. പേഴ്സണാലിറ്റി ഡിസോർഡർ സംഭവിക്കുന്നത് സാധാരണ നോർമൽ വേ ഓഫ് തിങ്കിങ്ങിൽ നിന്ന് മാറി ചിന്തിക്കുക, അതുപോലെ തന്നെ വേറെ ഒരു രീതിയിലുള്ള ഫീലിങ്സ്, അതുപോലെ തന്നെ സ്വഭാവം, ഇതൊക്കെയാണ് സാധാരണ വേൾഡ്ലി എക്സ്പെക്റ്റേഷൻസ് നിന്ന് നമ്മളെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. അത് വളരെയധികം ഡിസ്ട്രെസ്, വളരെ അധികം വിഷമങ്ങൾക്ക് അത് വഴി കുറിക്കുന്നു. അതിലെ ഫസ്റ്റ് ക്ലസ്റ്റർ സസ്പീഷ്യസ് ആണ്. People falling under this cluster always mistrust others and are suspicious, even when there is no need to do so. For example, Varsha is a homemaker. A maid has been working at her house for 2 years. Despite having CCTV cameras installed at home, Varsha is always suspicious about the maid. She follows her all the time and keeps a tab on her movements. This causes stress between Varsha and her man. ഇപ്പോൾ സസ്പീഷ്യസ്, എല്ലാ കാര്യങ്ങൾക്കും ഒരു സംശയം ഉള്ളത്, മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും സംശയിക്കുന്ന തരം ഒരു അസുഖം, സംശയരോഗം എന്നൊക്കെ കേട്ടില്ല, അതുപോലെ തന്നെ ഒരു അസുഖമാണ് ഈ സസ്പീഷ്യസ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടിലെ സെർവൻറ്റ്, വർഷയുടെ വീട്ടിലൊരു സെർവൻറ്റ് ഹോം മേക്കറുണ്ട്. അവിടെ 2 കൊല്ലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോം മേക്കറാണ്. CCTV എല്ലാം ഉണ്ട്, ക്യാമറയുണ്ട്, CCTV എല്ലാം വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ വർഷ എപ്പോഴും ഈ മെയ്ഡിൻ്റെ പിന്നാലെ ആയിരിക്കും. അതായത് ഹോം മേക്കറെ കുറിച്ചുള്ള സംശയങ്ങൾ കാരണം എപ്പോഴും ഈ ഹോം മേക്കറെ വർഷ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും, ഓരോ മൂമെൻറ്റും നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വർഷയ്ക്കും ഹോം മേക്കറിനും ഇടയിൽ നമുക്കൊരു സ്ട്രെസ്സ് ഫോം ചെയ്യും. അതായത് ഈ ഹോം മേക്കറെ സംശയിക്കുന്നതുകൊണ്ടാണ് ഈ വർഷ ഹോം മേക്കറെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു തരം സ്ട്രെസ്സ് ആണ് അത് വരുത്തുന്നത്. ഇനി അടുത്ത് വരുന്നത് ഒന്നാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഈസ് എ characterized by distrust for others, including friends, family members and partners. People with such a disorder mostly hold grudge against others. വേറൊരു ഡിസോർഡർ എന്ന് പറയുന്നതാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ടാകാം, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലുണ്ടാകാം, പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസോർഡർ ഉള്ളവർ എപ്പോഴും ഒരു ഗ്രഡ്ജ്, തമ്മിൽ ഒരു ഗ്രഡ്ജ് ഉണ്ടായിരിക്കും ഇവരുടെ ഇടയിൽ.
അടുത്തൊരു ഡിസോർഡർ എന്ന് പറയുന്നതാണ് schizoid personality disorder. The term schizoid refers to the natural tendency to direct attention toward one's inner life away from the external world. A person with a schizoid personality disorder is detached and aloof and prone to introspection and fantasy. The person shows little interest in forming personal relationships and seems to be emotionally cold. ഇപ്പോൾ ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ അവർ എപ്പോഴും അവരുടെ ഉള്ളിലേക്കായിരിക്കും അവർക്ക് അറ്റൻഷൻ ഉണ്ടായിരിക്കുക. എക്സ്റ്റേണൽ വേൾഡായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എപ്പോഴും എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ടിരിക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ അവരൊരു ഫാൻറ്റസി ലോകത്തായിരിക്കും ജീവിക്കുന്നത്. The person shows little interest in forming personal relationships. ഇങ്ങനെയുള്ള വ്യക്തികൾ പേഴ്സണൽ റിലേഷൻഷിപ്സ് ഫോം ചെയ്യാനായിട്ട് വളരെ അവർക്ക് ഇൻട്രസ്റ്റ് വളരെ കുറവായിരിക്കും. The next one is schizotypal personality disorder. People with this type of personality disorder believe that they can influence other people or events with their thoughts. They often misinterpret behaviors. This causes them to have inappropriate emotional responses. They may consistently avoid having intimate relationships. അപ്പോൾ ഇത്തരം ഡിസോർഡേഴ്സ് ഉള്ളവർ എപ്പോഴും അവരെ വിചാരിക്കുന്നത് ദേ ബിലീവ് ദേ ക്യാൻ ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾ ഓർ ഇവൻറ്റ്സ് വിത്ത് ദെയർ തോട്ട്സ്. അവരെ വിചാരങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ദേ ഓഫൺ മിസ്ഇൻ്റർപ്രറ്റ് ബിഹേവിയേഴ്സ്. പെരുമാറ്റങ്ങൾ പലപ്പോഴും അവർ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യും. This causes them to have inappropriate emotional responses. They may consistently avoid having intimate relationships. In a cluster B, emotional and impulsive. This personality disorder is characterized by unstable moods and behaviors, which lead to unhealthy and unstable relationships, emotional instability, and feelings ഓഫ് വർത്ത്ലെസ്നെസ്. അതായത് ഇമോഷണൽ, അതായത് ഇപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി അവരുടെ ആ മൂഡും അതുപോലെ ബിഹേവിയർ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കാം. അങ്ങനെ മാറുന്ന സമയത്ത് അത് ആ റിലേഷൻഷിപ്സിൽ ഹെൽത്തി ആയിരിക്കില്ല, അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിരിക്കില്ല. കാരണം മൂഡ് അനുസരിച്ചിട്ട് മാറുന്ന ഒരു ക്യാരക്ടറാകുമ്പോൾ ആ റിലേഷൻഷിപ്സിന് കോട്ടങ്ങൾ സംഭവിക്കാം. ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ്. ഫോർ എക്സാമ്പിൾ, സൺ ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ എ ഹൈ സ്കൂൾ. Whenever he gets low marks, he is depressed and fights with his friends. He also does not try to learn from mistakes. His parents and teachers have tried talking with him, but he feels angry, worthless, and shouts at them. For example, ഇപ്പോൾ സണ്ണി ഒരു സ്കൂൾ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവന് മാർക്ക് കുറയുന്ന സമയത്ത് അവൻ വളരെയധികം ഡിപ്രസ്ഡ് ആവും. അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അവൻ അതിലെ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് അതൊന്ന് പഠിക്കാനല്ല ശ്രമിക്കുന്നത്. അതിന് പകരം ഡിപ്രസ്ഡായിട്ട് ഫ്രണ്ട്സായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ പാരൻസും ടീച്ചേഴ്സും എല്ലാം വളരെയധികം അവനെ ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൻ ദേഷ്യപ്പെടുകയാണ്. പക്ഷെ അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. നമുക്ക് എന്താണ് അതിൻ്റെ ഡ്രോബാക്ക് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്ത് മിസ്റ്റേക്ക് എല്ലാം കറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് പകരം മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയും ഫൈറ്റ് ചെയ്യാനും പോവുകയാണ് ചെയ്യുന്നത്. ആൻറ്റി-സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. People with antisocial personality disorder disregard social rules and obligations. They are irritating and aggressive and act impulsively. They tend to lack guilt and fail to learn from experience. They may lie, steal, or abuse, and may also get addicted to alcohol or drugs. ഇനി ആൻറ്റി-സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ളവർ എന്താണെന്ന് വെച്ചാൽ അവർ സോഷ്യൽ റൂൾസ് ആൻഡ് ഒബ്ലിഗേഷൻസ് എല്ലാം ഓർഡർ ചെയ്യാനായിട്ട് താല്പര്യമായിരിക്കില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം വയലേറ്റ് ചെയ്യും ഇത്തരക്കാർ. അപ്പോൾ തന്നെ അവർ വളരെ ഇറിറ്റേറ്റഡ് ആയിരിക്കും. വളരെ നമുക്ക് അവരായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ഇറിറ്റേറ്റിംഗ് ആൻഡ് അഗ്രസീവ് ക്യാരക്ടറായിരിക്കും.
ദെൻ ദേ ഫെയിൽ ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ്, അതായത് അനുഭവത്തിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ളവർ പലപ്പോഴും നുണ പറയുന്നതിനും അതുപോലെ തന്നെ മോഷ്ടിക്കുന്നതിനും മറ്റുള്ളവരെ ദേഷ്യപ്പെടുന്നതിനും അതുപോലെ ആൽക്കഹോൾ, ഡ്രഗ്സിന് അഡിക്ഷനും എല്ലാം സാധ്യതയുള്ള തരം ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. വേറൊരു തരം പേഴ്സണാലിറ്റി പറയുന്നതാണ് ബോർഡ് ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. People with borderline personality disorder essentially lack a sense of self-worth and thus experience feelings of emptiness and fears of abandonment. There is a pattern of emotional instability, violent outbursts, and impulsive behavior. Suicidal threats and acts of self-harm are common in people with such a personality disorder. They may have difficulty in dealing with stressful events. ഇപ്പോൾ ഇത്തരക്കാർ കുറച്ചും കൂടി വളരെയധികം ഡേഞ്ചറസ് ആണ്. കാരണം അവർക്ക് അവരുടെ മൂല്യങ്ങളെക്കുറിച്ച് അവർക്ക് ബോധം ഇല്ല. അവർ വളരെ എംറ്റിയാണ്, അവർ ഫീലിങ്സ് ആർ എംറ്റി. അതുപോലെ തന്നെ ദർ ഇസ് എ പാറ്റേൺ ഓഫ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, വയലൻറ്റ് ഔട്ട്ബേഴ്സ്റ്റ് ആൻഡ് ഇമ്പൾസീവ് ബിഹേവിയർ. ഇത്തരക്കാർക്ക് എന്താണ് സൂയിസൈഡ് ചെയ്യാനുള്ള അറ്റംപ്റ്റ്സ്, സൂയിസൈഡൽ ത്രെറ്റ്സ്, ഭീഷണികൾ മുഴക്കുന്നതും അതുപോലെ തന്നെ സ്വയം നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവർ സാധാരണയായിട്ട് പ്രദർശിപ്പിക്കുന്നത്. The next one is histrionic personality disorder. People with a histrionic personality disorder frequently try to gain more attention by being overly dramatic. They are extremely sensitive to criticism or disapproval and can be easily influenced by others. Histrionic personality disorder ഉള്ളവർ സാധാരണയായിട്ട് മോർ അറ്റൻഷൻ ബൈ ബീയിങ് ഓവർലി ഡ്രമാറ്റിക്, അതായത് വളരെ ഡ്രമാറ്റിക്കായിട്ട് മറ്റുള്ളവരുടെ അറ്റൻഷൻ ഗെയിൻ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നവരായിരിക്കും. അവർ വളരെയധികം സെൻസിറ്റീവായിരിക്കും, ക്രിറ്റിസിസത്തിനോടൊക്കെ വളരെയധികം സെൻസിറ്റീവായിരിക്കും. അവരത് സമ്മതിച്ചു തരാനായിട്ട് ഒരു മനസ്സ് അനുവദിക്കില്ല. ആൻഡ് ക്യാൻ ബി ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്, മറ്റുള്ളവരായിട്ട് വളരെയധികം സ്വാധീനം ചെലുത്താനും കഴിവുള്ളവരായിരിക്കും. Then narcissistic personality disorder. People with a narcissistic personality disorder believe that they are more important than others. They lack empathy for other people and tend to aggregate their own achievements. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ എപ്പോഴും അവർ മറ്റുള്ളവരെയൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, വ്യക്തികളാണെന്നുള്ളൊരു ധാരണ അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ അവർ എപ്പോഴും അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് വളരെയധികം അഗ്രിഗേറ്റ് ആയിട്ട് അവർ അതിനെക്കുറിച്ച് സ്വയം പുകഴ്ച നടത്തുന്നവരായിരിക്കും ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. ഇനി ക്ലസ്റ്റർ സിയിലെ ആങ്ഷ്യസ് ആണ്. ദിസ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഈസ് characterized by feelings of worry, anxiety or fear which have the potential to affect one's daily routine. ഇത്തരം ഡിസോർഡർ ഉള്ളവർ എപ്പോഴും എന്താണ് വളരെയധികം വറി ചെയ്യുന്നവരായിരിക്കും. അതേപോലെ ആങ്സൈറ്റി, ആകാംക്ഷയും ഭീതിയും ഉള്ളവരായിരിക്കും. വിച്ച് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു എഫക്ട് വൺസ് ഡെയിലി റൂട്ടീൻ. അപ്പോൾ അവരുടെ ഡെയിലി റൂട്ടീനൊക്കെ അത് വളരെയധികം ഇഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ശിക്ഷ ഈസ് ആൻ എൽഡർലി വുമൺ. ഷീ സ്റ്റേസ് വിത്ത് ഹെർ ഫാമിലി. She has a habit of washing her hands at least 20 times a day. Even after washing her hands, she feels they are not clean and continues rubbing or washing them. She neither talks to her grandchildren nor does she participate in any family activity. അപ്പോൾ ശിക്ഷ ഒരു എൽഡർലി വുമണാണ്. അവരുടെ വീട്ടിലെ കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കുന്നതാണ്. പക്ഷെ അവർക്കൊരു ഹാബിറ്റ് ഉണ്ട്. എന്താണ്, അവർ ഒരു ദിവസം 20 പ്രാവശ്യത്തിൽ കൂടുതൽ കൈ വാഷ് ചെയ്യും. ഓരോ പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും തോന്നും എന്താണ് കൈ ക്ലീനല്ല, വീണ്ടും അതെന്താണ് റബ്ബ് ചെയ്യലും വാഷ് ചെയ്യലും, ഇത് ഒരു തുടർ പ്രക്രിയയായിട്ട് തുറന്നുകൊണ്ടിരിക്കും. അവരൊക്കെ ഗ്രാൻഡ് ചിൽഡ്രനായിട്ട് ബാക്കി വീട്ടിലെ കുടുംബാംഗങ്ങളായിട്ടോ യാതൊരു സംവാദങ്ങളും നടത്താനോ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അവർക്ക് താല്പര്യമില്ല. Then avoidant personality disorder. People with this type of disorder are socially inept, unappealing or inferior and constantly fear being embraced, criticized or rejected. They avoid meeting others and often experience feelings of inadequacy, inferiority or unattractiveness. Then dependent personality disorder.
People with such a disorder are characterized by lack of self-confidence and an extra need to be looked after. They need a lot of help in making everyday decisions and surrender important life decisions to the care of others. They are heavily dependent on other people for their emotional and physical needs and thus usually avoid being alone. The next one is obsessive compulsive personality disorder. People with such a disorder strongly stick to rules and regulations. They can be characterized by a general pattern of excessive concern with orderliness, perfectionism, and attention to details. They feel extremely uncomfortable when unable to achieve perfection. They may have neglect personal relationship to focus on making a project perfect. Then steps to overcome personality disorders. ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എല്ലാം നമുക്ക് എങ്ങനെ മറികടക്കാം? ടോക്ക് ടു സമ്മൺ. മോസ്റ്റ് ഓഫ് ഫൺ ഇറ്റ് ഹാവ്സ് ടു ഷെയർ യുവർ ഫീലിങ്സ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലുമൊക്കെ നമുക്ക് സംസാരിച്ചാൽ നമുക്ക് നമ്മുടെ ഫീലിങ്സ് എല്ലാം ഷെയർ ചെയ്യാൻ സാധിക്കും. ലുക്ക് ആഫ്റ്റർ യുവർ ഫിസിക്കൽ ഹെൽത്ത്. എ ഹെൽത്തി ബോഡി ക്യാൻ ഹെൽപ്പ് യു മെയിൻറ്റെയിൻ എ ഹെൽത്തി മൈൻഡ്. അടുത്തതായിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഒരു ചൊല്ലുണ്ട്, ഹെൽത്തി ബോഡിയിൽ എന്താണ് ഹെൽത്തി മൈൻഡ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പം നമ്മുടെ ശരീരം ഹെൽത്തി ആയിരുന്നാൽ നമ്മുടെ മനസ്സും ഹെൽത്തി ആയിരിക്കും. ദെൻ തേർഡ് വൺ ഈസ് ബിൽഡ് കോൺഫിഡൻസ് ഇൻ യുവർ എബിലിറ്റി ടു ഹാൻഡിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു കോൺഫിഡൻസ്, ഒരു വിശ്വാസം നമ്മൾ വളർത്തിയെടുക്കുക. ദെൻ ഫോർത്ത് വൺ ഈസ് എൻഗേജ് ഇൻ ഹോബീസ് സച്ച് എസ് മ്യൂസിക്, ഡാൻസ് ആൻഡ് പെയിൻറ്റിങ്സ്. ദേ ഹാവ് എ തെറാപ്റ്റിക് ഇഫക്റ്റ്. അതായത് നമുക്ക് നമ്മുടെ ഫ്രീ ഉള്ള സമയങ്ങളിൽ, ലിഷർ ടൈമുകളിൽ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഹോബികളിൽ വ്യാപൃതരായിരിക്കുക. അതായത് നമുക്ക് മ്യൂസിക്കോ അല്ലെങ്കിൽ ഡാൻസോ പെയിൻറ്റിങ്ങോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഗാർഡനിങ്ങോ, നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹോബി നമ്മൾ വ്യാപൃതരായിരിക്കുക. അതിനൊരു തെറാപ്റ്റിക് ഇഫക്റ്റ് ഉണ്ട്. സ്റ്റേ പോസിറ്റീവ് ബൈ ചൂസിങ് വേർഡ്സ് ലൈക്ക് ചലഞ്ചസ് ഇൻസ്റ്റെഡ് ഓഫ് പ്രോബ്ലംസ്. എപ്പോഴും നമ്മൾ പോസിറ്റീവായിരിക്കുക. പ്രോബ്ലംസ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ, പ്രോബ്ലംസ് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കാതെ എപ്പോഴും എന്ത് പ്രോബ്ലത്തിനെയും ഒരു ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുത്ത് അത് നടത്താനായിട്ട് നമുക്ക് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ഇപ്പോൾ പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും പറഞ്ഞു. ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എല്ലാം മറികടക്കാനായിട്ടുള്ള വഴികളാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ്.